ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ സുനന്ദയുടെ വീട്ടിൽ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആരൊക്കെയോ ഫോണിൽ വിളിക്കുക ധനേന്ദ്രനെ. അപ്പോൾ കറക്റ്റ് സമയത്ത് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ടൊക്കെ അയാളല്ല ആ ഫോണിൽ വിളിച്ച ആളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയത്താണ് ഇതേ നമ്മുടെ സുഭാഷും അതുപോലെ ഹരീഷും കൂടി നടന്നു വരുന്നത്. അവർ രണ്ടുപേരും കൂടെ വരുമ്പോഴേക്കും സുഭാഷേട്ടൻ ഒരു വണ്ടി എടുത്തുകൂടെ, ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഹരീഷ് ചോദിച്ചു. അതൊന്നും നടക്കുന്ന കാര്യമല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഈ കല്യാണ വീട് കാണുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് അവരിങ്ങനെ നോക്കുക. അപ്പോൾ ഈ ധനേന്ദ്രൻ നോക്കിയപ്പോൾ സുഭാഷും ഹരീഷും കൂടെ അതിൽ വരുന്നു. ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു. ഇത് കണ്ടപ്പോഴേക്കും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാളിങ്ങനെ തുറച്ച് നോക്കുക. എന്നിട്ട് അടുത്ത് നിന്ന് ജോലിക്കാരനോട്, ആ ബെന്നി, അതെ, ഈ നാട്ടിൽ ഇങ്ങനൊരു കല്യാണം ഇനി നടക്കരുത് കേട്ടല്ലോ. ധനശേഖരൻ്റെ മകളെ കെട്ടിയത് ഒരു ചുക്ലിയല്ല എന്ന് എല്ലാവരും പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധനേന്ദ്രൻ അവിടെ നിന്ന് ഇങ്ങനെ പറയും ധനേട്ടാ, ഉറപ്പല്ലേ, അമ്മാതിരി കാശല്ലേ ധനേട്ടൻ്റെ അടുത്ത് വീശുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇയാൾ സുഭാഷും ഹരീഷും കേൾക്കാൻ വേണ്ടി പറയാം. അപ്പോഴത്തേക്കും സുനന്ദ ഇവരെ കണ്ടു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക ഇവരെ നോക്കിക്കൊണ്ട്. അപ്പം ചില ചുക്ലികൾക്ക് ഇതൊക്കെ മനസ്സിലാകും. പിന്നെ ആ എൻ്റെ മോളെ കെട്ടാൻ വരുന്ന വീട്ടുകാരുടെ വില ഈ നാട്ടിൽ എന്താണെന്ന് ഇവിടെയുള്ള ചില നാറികൾക്കൊക്കെ അറിയാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ധനേന്ദ്രൻ്റെ അടുത്ത് പറയും. ഇതൊക്കെ കേട്ട് സുഭാഷിന് സങ്കടം വന്നു. അവർ രണ്ടുപേരും കൂടി എന്നിട്ട് അവിടെ നിന്ന് നടന്നു പോയിട്ടോ. സുഭാഷ് തിരിഞ്ഞു നോക്കി പോവുകയാണ്. സുഭാഷിനത് ഭയങ്കര നിരാശയായിപ്പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിധി ഡ്രസ്സ് അവിടെ അലക്കി വിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നികേഷ് വന്നു ഫോണുമായിട്ട്. ഏട്ടത്തിക്ക് ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓടി വന്നത് എടുത്തു. അപ്പോൾ ഹലോ നിധി, അപ്പോൾ നീ എവിടെയാണുള്ളതെന്ന് ചോദിച്ചു സാന്ദ്ര. അപ്പോൾ ഞാൻ വീട്ടിലുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അതെന്തായാലും നന്നായി, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു സാന്ദ്ര. എന്ത്? അല്ലെന്നേ, ഞാനിപ്പോൾ തിരുവനന്തപുരത്തുണ്ടെന്ന കാര്യം പറയുക. ആണോ, ഇവിടെ ഉണ്ടോ? ഉണ്ടെന്നേ, ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഓഹോ, അത് ശരി. ഏട്ടൻ ഇതിനൊക്കെ കൂട്ടുവരാൻ തുടങ്ങിയോ? നന്നായി എന്ന് പറയുമ്പം ബെസ്റ്റ്. 1 മണിക്കൂർ അധികം കിട്ടിയല്ല, അതും കൂടി ഓഫീസിലിരിക്കുന്ന നിൻ്റെ ഏട്ടനാണോ എൻ്റെ കൂടെ വരുന്നത്? ഞാൻ തനിயாக വന്നതെന്ന് പറഞ്ഞപ്പം ആണോ, കൊള്ളാലോ. ഇവിടെ വന്നപ്പോഴേ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ മോഹം തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ ഏട്ടത്തി, എവിടെയാണെന്ന് പറ, ഞാൻ 1/2 മണിക്കൂറിൽ എത്തിക്കൊള്ളാമെന്ന് നിധി പറയുമ്പോൾ, നീയായിട്ട് ഇനി മെനക്കെട്ട് ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, നിൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് അയക്കുക, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാമെന്ന് പറഞ്ഞു. അന്നേരം അയ്യോ, ഇങ്ങോട്ട് വരണമെന്ന് ചോദിച്ചപ്പം അതെ, അതിനിപ്പോൾ എന്താ, അത് വേണ്ട ഏട്ടത്തി, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ ഏട്ടത്തി ബുദ്ധിമുട്ടുന്നതെന്ന് നിധി ചോദിച്ചപ്പോൾ, എനിക്കെന്ത് ബുദ്ധിമുട്ട്, നീ ഇങ്ങോട്ട് വരുന്നതും ഞാൻ അങ്ങോട്ട് വരുന്നതും തമ്മിൽ എന്താ ഇത്ര വ്യത്യാസമുള്ളത്? നീ ആ ലൊക്കേഷൻ ഇങ്ങ് അയക്കാൻ പറഞ്ഞു. നിനക്കാകുമ്പോൾ ഇനി ഒരുങ്ങിയിട്ടൊക്കെ വേണം, എനിക്കങ്ങ് വന്നാൽ പോരെന്ന് ചോദിച്ചു. ഇവിടെ ആരും ഇല്ല ഏട്ടത്തി, എല്ലാവരും ഓരോരോ ജോലികൾക്ക് പോയിരിക്കുക എന്ന് പറയുമ്പോൾ ഏട്ടത്തിക്ക് അത് വലിയ പാടാകുമെന്നും പറഞ്ഞു. ആ പാട് ഒഴിവാക്കാനല്ലേ ലൊക്കേഷൻ മാപ്പ്. നീ വേഗം അയക്കാൻ നോക്ക് പെണ്ണേ. പിന്നെ എനിക്ക് നിൻ്റെ വീടൊക്കെ ഒന്ന് വന്ന് കാണാമല്ലോ. മാത്രമല്ല വരണേട്ടൻ എപ്പോഴും നിന്നെ കുറ്റം കുറവൊക്കെ പറയുമ്പം എനിക്ക് മനസ്സിലെങ്കിലും വിചാരിക്കാമല്ലോ. നിന്നെപ്പറ്റി വിചാരിക്കാമല്ലോ. നിന്നെ മാത്രമല്ല അവിടെയുള്ളവരെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ ശരി ഏട്ടത്തി, ഞാൻ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നികേഷ് ചോദിച്ചു, എന്താ ഏട്ടത്തി വിളിച്ചതെന്ന് ചോദിച്ചു. അന്നേരം ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് വരാനാണെന്നാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ അയ്യോ പെട്ടല്ലോ നമ്മൾ, നികേഷ് നിധിയോട് പറയുക കേട്ടോ. സ്വതവേ കാണാൻ കൊള്ളത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത്ര അലങ്കോലും, എന്താ ഇപ്പം നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും നീ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വാ, ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ മേടിക്കും, നമ്മുടെ മിക്സി കേടല്ലേ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നീതി, ഒരു കാര്യം ചെയ്യാം, ഞാൻ ജ്യൂസായിട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് ഓടും കേട്ടോ മേടിക്കാൻ. അപ്പോഴത്തേക്കും നിധി അവിടെയൊക്കെ അടിച്ചു വാരുക. മുറ്റവും മാറാലയും കാര്യങ്ങളെല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി മുറിയൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കുന്നു. അപ്പോഴേക്കും ജ്യൂസായിട്ട് നമ്മുടെ നികേഷ് വന്നു. അപ്പോൾ ഈ ഒരു അടുക്കും ചിട്ടയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സൂപ്പറായിട്ടുണ്ട് ഏട്ടത്തി, ഇനിയിപ്പോൾ വിളക്ക് കത്തിക്കുന്നിടത്ത് ഒരു ചന്ദനത്തിരിയും കൂടെ കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് നികേഷ് ഓടി ഫോണും എടുത്ത് പോയി. എന്നിട്ട് സുഭാഷിനെ വിളിച്ചിട്ട് നിധിയുടെ ഏട്ടത്തി വരുമെന്നുള്ള കാര്യം പറയുക. അതോടൊപ്പം തന്നെ ഈ കോൺഫറൻസ് കോളിലിട്ട് സുധീഷിനെ, അതെ 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹരീഷിനെ അതിനകത്തേക്ക് ആക്കി. അപ്പോൾ ഹരീഷിൻ്റെ കോള് വന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ 4 പേരും കൂടെ കോൺഫറൻസ് കോളിൽ വിളിക്കുക. പറയടാ എന്താടാന്ന് ചോദിച്ചു. അതെ, ഏട്ടത്തിയുടെ ഏട്ടത്തി അമ്മ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഏട്ടത്തിയുടെ ഏട്ടത്തിയമ്മ ആര്? ഏട്ടത്തിയുടെ ചേട്ടൻ്റെ ഭാര്യ. അയ്യോ, അവരിങ്ങോട്ട് വരുന്നുണ്ടെന്നോ? അവരെന്തിനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതെന്ന് സുധീഷ് ചോദിക്കുക. അപ്പം നല്ല കാര്യമല്ലേ, വരട്ടെ എന്ന് സുഭാഷ് പറഞ്ഞു. ചേട്ടാ, അവർ വരുമ്പോൾ നിങ്ങളാരും ഇവിടെ ഇല്ലാതിരിക്കുന്നത് ശരിയാണോ എന്ന് നികേഷ് ചോദിക്കുക. അത് നീ പറഞ്ഞത് ശരി തന്നെയാ, എന്തെങ്കിലും പുതിയ വേലയായിട്ടായിരിക്കും പുള്ളിക്കാരി വരുന്നതെന്ന് സുധീഷ്. ഞാൻ എന്തായാലും എത്താമെന്ന് പറഞ്ഞു സുധീഷ്. എടാ ഞാൻ വരണോ, പണിയുണ്ടെന്ന് ഹരീഷ് പറയുമ്പം വേണ്ട ഹരീഷേ, ഞാൻ ചെന്നോളാമെന്ന് പറഞ്ഞു സുഭാഷ്.
ശരിയെന്നാ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ സുധീഷ് കൈ നിറയെ സാധനങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് വന്നില്ല ഇതുവരെ എന്ന് ചോദിച്ചു. ഇതെന്താ പതിവില്ലാതെ ഈ സമയത്തെന്ന് ചോദിച്ചപ്പം അതുവിനെ ഏട്ടത്തി വരുന്നുണ്ടെന്ന് നികേഷ് പറഞ്ഞിരുന്നു. എത്തിയില്ല, ഇല്ല വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സും ബിസ്ക്കറ്റും ജ്യൂസൊക്കെ വാങ്ങിച്ചാന്ന് പറഞ്ഞ് സുധീഷ് കൊടുക്കുമ്പം ഞാൻ നികേഷിനെ കൊണ്ട് ജ്യൂസൊക്കെ വാങ്ങിപ്പിച്ചെന്ന് പറഞ്ഞു. ആണോ? എന്നാലും സാരമില്ലെന്നേ, ദേ ഇവനുണ്ടല്ലോ, ഇവൻ ഇതൊക്കെ അവൻ തീർത്തോളും അല്ലേ. ബിസ്ക്കറ്റും മിച്ചറും കൊണ്ടുവന്ന് മൊബൈലിൽ റീൽസ് കാണുന്ന ഞാനാണല്ലോ അല്ലേ എന്ന് നികേഷ് അന്നേരം പറഞ്ഞു. അല്ല ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണോ? വേണ്ട, ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല, വണ്ടി അങ്ങോട്ടേക്ക് ഏട്ടത്തി വന്നെന്ന് പറഞ്ഞുകൊണ്ട് നിധി അങ്ങോട്ടേക്ക് ചെല്ലുക. നിധി ചെന്നപ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് നമ്മുടെ സാന്ദ്ര ഇറങ്ങി. ഏട്ടത്തി എന്നും പറഞ്ഞങ്ങോട്ട് ചെന്നു. അപ്പം നികേഷും സുധീഷൊക്കെ പിന്നാലെ ചെന്നു. ഏട്ടത്തി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, സാധാരണ വല്ല കാട്ടുമുക്കുവാണെങ്കിൽ എളുപ്പ വഴിയെന്നും കാണിച്ച് വല്ല കുഴിയിലും കൊണ്ടുവന്ന് ചാടിക്കുന്നതാ, ഇത് കറക്റ്റായിട്ട് എത്തിയെന്ന് സാന്ദ്ര പറഞ്ഞു കേട്ടോ. ഏട്ടത്തിക്ക് സുഖമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സാന്ദ്ര തലയാട്ട്. അവിടെ ബാക്കി എല്ലാവർക്കും അപ്പം അസുഖമൊന്നും ഇല്ല എന്ന് സുധീഷിനോട് പറഞ്ഞു. സുധീഷ് ഇങ്ങനെ രാക്കിയ ചിരി. അപ്പോഴാണ് സാന്ദ്ര വീട് കാണുന്നത്. വീട്ടിലേക്കൊക്കെ സാന്ദ്ര ഇങ്ങനെ നോക്കിയപ്പോൾ സാന്ദ്ര ഞെട്ടിപ്പോയി. ഏട്ടത്തി വാ എന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആ വീട് കണ്ടപ്പം സാന്ദ്രയ്ക്ക് കയറാൻ പോലും മടി. സാന്ദ്ര ഇങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നികേഷിനെയും കണ്ടു. നികേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സാന്ദ്ര നികേഷിനെ ഇങ്ങനെ നോക്കി. വീടും പരിസരമൊക്കെ നോക്കുമ്പോൾ വരും അകത്തേക്ക് ഇരിക്കാവെന്ന് പറഞ്ഞു കേട്ടോ നികേഷ്. സാന്ദ്രയ്ക്ക് ഇത് കണ്ടിട്ട് അങ്ങ് പിടിക്കുന്നില്ല. ഈ വീട് വരുന്നവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് ഒരു കൗതുകം കൊണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നികേഷ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നികേഷ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ നീ ചളിയടിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് നികേഷിനെ വഴക്ക് പറയാം. അത് കഴിഞ്ഞപ്പോൾ ഒരു കസേര കൊണ്ടിട്ട് കൊടുത്തു ഇരിക്കാൻ പറഞ്ഞു. നമ്മുടെ നിധി ഇങ്ങനെ ആകെ ചമ്മി നിൽക്കുവാണ്. സാന്ദ്രയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് സഹിക്കാനും പറ്റുന്നില്ല. അപ്പോഴേക്കും എന്താ വെള്ളം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് സാന്ദ്രയ്ക്ക് കൊടുത്തു. അപ്പോൾ വാങ്ങിച്ചോളാൻ പറഞ്ഞു നിധി. അപ്പോൾ മനസ്സോടെ അത് സാന്ദ്ര വാങ്ങിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് മേടിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാണോ വീട് എന്ന് നമ്മുടെ സാന്ദ്ര ചോദിക്കുക. അപ്പോൾ അതെ ഇതന്നെ വീട് എന്ന് നമ്മുടെ സുധീഷ് പറഞ്ഞു. അപ്പോൾ വാഷ്റൂം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി ദേ വിളിച്ചുകൊണ്ട് പോവുക കേട്ടോ സുഭാഷിനെ, സാന്ദ്രയെ. അപ്പോഴേക്കും സുഭാഷ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ട്. വാഷ്റൂം കഴുകിയിട്ടിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് നികേഷ് ഭയങ്കര എൻ്റെ ദീപമേ എന്ന് പറഞ്ഞു സുധീഷ്. ദൈവമേ എല്ലാം തോലഞ്ഞല്ലോടെ നീ വന്നേന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകുന്നു. ചെന്ന് വാതിൽ തുറന്ന് കയറിയപ്പോഴത്തേക്കും സാന്ദ്രയ്ക്ക് ഒമിറ്റ് ചെയ്യാൻ തോന്നി. സാന്ദ്ര എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ എന്താ ക്ലീൻ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും സോറി ഞാൻ ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിധി അകത്തേക്ക് കയറുമ്പോൾ അയ്യോ അതൊന്നും നിധി ചെയ്യേണ്ട, ഞാൻ ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് അകത്തേക്ക് കയറി നോക്കാന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കുഴപ്പമായെന്ന് തോന്നണേ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് നിൽക്കും. അപ്പോഴത്തേക്ക് സുധീഷ് ഓടി ബാത്റൂമിലേക്ക്. അവിടെ ചെന്നപ്പോൾ സുധീഷിന് വരെ ഒമിറ്റ് ചെയ്യാൻ തോന്നി, അത്രയ്ക്ക് വൃത്തികേടായിട്ടാണ് കിടന്നത്. ആ സമയത്ത് ഇത് വൃത്തിയാക്കിയിട്ട് ഇവർ ഇറങ്ങി വന്നു. അതെ ഇപ്പോൾ ക്ലീനായിട്ടോ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു സാന്ദ്ര. അപ്പോൾ ഞാൻ ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു നിധി. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. സാരമില്ലേട്ടത്തി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിധി സാന്ദ്രയ്ക്ക് വേണ്ടുന്ന ജ്യൂസ് എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. ഇപ്പോൾ സാന്ദ്രയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല. നിധിയുടെ അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ടേ ഭയങ്കര സങ്കടം കേട്ടോ, ഭയങ്കര കലിപ്പ് കയറി സാന്ദ്ര അങ്ങനെ ഇരിക്കുവാണ്. നികേഷും സുധീഷും തൊട്ടരികിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ജ്യൂസ് കുടിക്കുമായിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. അപ്പം നിധി കൊടുന്ന് ജ്യൂസ് കൊടുത്തപ്പം വേണ്ട നിധി എന്ന് പറഞ്ഞു. സാരമില്ല ഫ്രഷാ, ബേക്കറിയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാ, കുടിച്ചോളാൻ പറഞ്ഞു. പക്ഷെ സാന്ദ്രയ്ക്ക് അതൊന്നും കുടിക്കാൻ പറ്റുന്നില്ല. അറപ്പാവുകയാണ് ആ വീടും പരിസരവും എല്ലാം കണ്ടിട്ട്. അപ്പം നിധിയാണെന്നുണ്ടെങ്കിൽ ചെറിയ പുഞ്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നേ. നിധിയുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേക്കും സാന്ദ്രയ്ക്ക് ഭയങ്കര കലിപ്പ്. സാന്ദ്ര എന്നിട്ട് ആ ജ്യൂസ് കുടിക്കാതെ ഇങ്ങനെ അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഭയങ്കര ഒരു വിഷമം ഇവർക്ക്. ഏട്ടത്തി വാ നമുക്കുള്ളിൽ പോയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു നിധി. അങ്ങനെ സാന്ദ്രയും വിളിച്ചുകൊണ്ട് നിധി അകത്തേക്ക് കയറി പോണു. അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പം ഇതെന്താ അവരിങ്ങനെ ജ്യൂസൊന്നും അവർക്ക് വേണ്ടായിരിക്കോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക. ഇരിക്കേട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് നിധിയുടെ റൂമിൽ കൊണ്ടുവന്ന് നിധിയെ സാന്ദ്ര ഇരുത്തി. സാന്ദ്രയ്ക്ക് എന്നിട്ട് ആ റൂം കണ്ടിട്ട് പോലും ഭയങ്കര ഒരു ഇത്, അവിടെ ഇവിടെയൊക്കെ തൊടാൻ പോലും അറപ്പായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ തറയും കാര്യങ്ങളെല്ലാം നോക്കി വല്ലാത്തൊരിതിൽ ഇങ്ങനെ സാന്ദ്ര ഇരിക്കുമ്പം എന്താ ഏട്ടത്തി എന്ന് ചോദിച്ചു നിധി. അപ്പോൾ ഒന്നുമില്ല അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ നിധി ഇങ്ങനെ നോക്കുമോ, എന്ത് ഇങ്ങനൊരവസ്ഥയിൽ ജീവിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു മോളെ എന്ന് സാന്ദ്ര ചോദിച്ചു. ഇത് നിൻ്റെ ശരിക്കുള്ള വിവാഹമൊന്നും അല്ലല്ലോ, ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് സാന്ദ്ര നിധിയോട് ചോദിച്ചു. ദേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതായിരുന്നില്ലേ, നീ അങ്ങോട്ട് മാറി നിധി, ദേ ഇവിടെ ഇനി ഇങ്ങനെ നീ ജീവിക്കല്ലേ എന്നൊക്കെ സാന്ദ്ര പറയാം. കണ്ടിട്ട് എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിധിക്ക് ഭയങ്കര വിഷമം.
ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഒറ്റ ബാത്റൂമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങനെ നീ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ചോദിക്കുമ്പം സാധാരണ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാറുള്ളതാ, ഇന്നെന്തോ മറന്നു പോയതാണെന്ന് നിധി പറയുമ്പോൾ ഇവിടെ വന്ന് നീ ഈ വീടും ബാത്റൂമും ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണോ ഇത്രയും പഠിച്ചത്? എന്തിനാ നീ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നൊക്കെ ഇങ്ങനെ സാന്ദ്ര ചോദിക്കുമ്പം അയ്യോ ഏട്ടത്തി, എന്നെക്കൊണ്ട് ഇവിടെ ആരും ഒന്നും ചെയ്യിപ്പിക്കാറില്ല, ഞാനിവിടെ മിക്കവാറും പഠിച്ചും വായിച്ചു നോക്കിയാ സമയം കളയാറെന്ന് നിധി ഇങ്ങനെ പറഞ്ഞു. അതെനിക്കിവിടെ വന്ന് കണ്ടപ്പം മനസ്സിലായെന്ന് നിധിയോട് സാന്ദ്ര. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ നിധി, ഞാനിതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടണമെന്ന് നിനക്ക് വിധിയൊന്നുമില്ല നിധി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അത് വീട് ഏട്ടത്തി, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സാന്ദ്രയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരും കേട്ടോ. അപ്പോഴാണ് സുഭാഷ് ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതേ അനിയന്മാർ രണ്ടുപേരും കാവലായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്തേ അവർ വന്നവർ? അപ്പോൾ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ ജ്യൂസ് കൊടുത്തു, പക്ഷെ കുടിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത ജ്യൂസും വെള്ളവും നിലത്ത് തന്നെ വെച്ചേക്കുക. ഞാനേ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്താലോ എന്ന് ചോദിച്ചു സുഭാഷ്. കഴിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ, നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യണം, നീ പോയി ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വന്നേ, എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുഭാഷ് പറഞ്ഞു. എന്നിട്ട് സുഭാഷ് അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ നിധി സാന്ദ്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക സുഭാഷിന്. ഏട്ടത്തെ ഇതാ സുഭാഷ് ഏട്ടൻ, സുധീഷിൻ്റെ ചേട്ടൻ. അപ്പോൾ നമസ്കാരമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അപ്പം പറഞ്ഞു സാന്ദ്ര. സുഖമല്ലേന്ന് ചോദിച്ചു. എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. കാര്യമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. അപ്പോൾ ഇടയ്ക്കേറി വന്നതിന് സോറി കേട്ടോ എന്ന് നമ്മുടെ സുഭാഷ് പറഞ്ഞു. അതിനുശേഷം പിന്നെ ആ തോർത്തിട്ട പ്ലേറ്റ് തുടച്ചിട്ട് സുഭാഷ് ആ പ്ലേറ്റിലേക്ക് ആ പലഹാരം വെച്ച് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സാന്ദ്രയ്ക്ക് സാന്ദ്രയ്ക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നുവാണ്. സാന്ദ്ര ഇതൊക്കെ കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്നിട്ട് അത് കൊടുത്തപ്പം ഞാൻ കൊടുത്തോളെങ്കിൽ തന്നേരെ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് നിധി അത് വാങ്ങിച്ചു. അപ്പോൾ എവിടുന്നാണ് വാങ്ങിച്ചേ? കടയിൽ നിന്നാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്തൊരു ടീ ഷോപ്പിലെ നന്നായിരിക്കും, കഴിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സംസാരിക്കേട്ടോ, വാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് സുഭാഷ് നികേഷിനെയും കൂട്ടി അവിടെ നിന്ന് പോയി. ഇത് കഴിച്ചു നോക്കേട്ടത്തി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സാന്ദ്ര എനിക്കിതൊന്നും വേണ്ട നിധി എന്ന് പറഞ്ഞു. ഈ വീട്ടിൽ നിന്ന് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നീ അത് തെറ്റായിട്ട് എടുക്കുമൊന്നും വേണ്ട കേട്ടോ, ഇനി അങ്ങനെ കണക്കാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും സാന്ദ്ര നിധിയോട് പറയുക. ഇവിടെ ഇരുന്ന് നിന്നോട് സംസാരിച്ച് ശരിയാവത്തില്ല, ഞാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സാന്ദ്ര ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുന്നു. അപ്പോഴേക്കും ജ്യൂസൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക സുഭാഷ്. അപ്പോഴേക്കും ഇവർ ഇറങ്ങി വന്നു. അപ്പോൾ ശരി എന്നാ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അല്ല ഇത്ര പെട്ടെന്ന് പോവാണോ എന്ന് ചോദിച്ചു കേട്ടോ സുഭാഷ്. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെയെന്നും സുഭാഷ് ചോദിക്കാം. ഹരീഷിനോട് ഞാൻ ചിക്കൻ വാങ്ങിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്, കറി ഉണ്ടാക്കേണ്ട താമസമുള്ളൂ എന്ന് സുഭാഷ് പറയുമ്പം അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് നേരം നിങ്ങളിവിടെ ഇരുന്നാൽ നിധിക്കൊരു സന്തോഷമാകുമെന്ന് സുഭാഷ് പറയപ്പം സൗന്ദര്യ ഇങ്ങനെ നോക്കുമോ നിധിയെ ദേഷ്യത്തിൽ. അപ്പോൾ വീട്ടിൽ ആരോടും പറയാതെ ഞാൻ വന്നത്, അത് അധികം നേരം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര എന്നിട്ട് യാത്ര പറഞ്ഞ് ഇവിടുന്ന് പോവുക. യാത്രയാക്കിക്കൊണ്ട് നിധി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചു വന്നു. അപ്പോൾ സാന്ദ്ര അങ്ങോട്ടേക്ക് പോയ സമയത്ത് സുധീഷിനെ വിളിച്ചപ്പോൾ എന്തിനായിരിക്കും ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നികേഷ് വന്ന് നിധിയോട് ചോദിക്കുക. അറിയില്ലല്ലോ എന്ന് നിധി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സുധീഷ് വന്നിട്ട് സാന്ദ്രയുടെ മുന്നിൽ നിൽക്കുമ്പം നിങ്ങളുടെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് നിധി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയുക കേട്ടോ. അന്നേ ഞാൻ അവളോട് ഈ വീട് വിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞതാണെന്നും പിന്നെയും കടിച്ചു തൂങ്ങി അവളെന്തിനാ ഇങ്ങനൊരു സ്ഥലത്ത് കഴിയുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് സുധീഷിനോട് സാന്ദ്ര പറയുക കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നിൽക്കാം. നിധി ഞങ്ങളുടെ വീട്ടിൽ എത്ര ആർഭാടമായിട്ടാണ് ജീവിച്ചതെന്ന് സുധീഷിൻ്റെ പ്രതീക്ഷന് അറിയില്ലായിരിക്കും, പക്ഷേ സുധീഷിനത് അറിയില്ലേന്ന് ചോദിച്ചു സാന്ദ്ര. അപ്പോൾ സുധീഷിന് ഭയങ്കര സങ്കടമാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ. ആ ഒരു ഇതിലിങ്ങനെ സുധീഷ് ആകെ ചമ്മ നിൽക്കുവാണ്. ഇവിടെ വന്ന് അവളിവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എന്താണെന്ന് സുധീഷിനോട് ചോദിക്കുക സാന്ദ്ര. എനിക്ക് 1 മണിക്കൂർ പോലും ഇവിടെ തികച്ചിരിക്കാൻ പറ്റില്ല, പക്ഷെ എത്ര മാസമായി അവളിവിടെ താമസിക്കുന്നു, അവൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുള്ളതാണോ എന്നൊക്കെ സാന്ദ്ര ചോദിക്കുവാണേ. അപ്പോൾ ഇതൊക്കെ കേട്ട് സുധീഷ് ആകെ വല്ലാതായി നിൽക്കുമ്പോൾ നിധി അങ്ങോട്ടേക്ക് വന്നു. നിധി വന്നപ്പോൾ എന്തായിട്ട് തീന്ന് ചോദിച്ചു. നിധി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണെന്നും വീട്ടിലേക്ക് വരാനല്ലേ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞോളാം, നീ അവിടേക്ക് തൽക്കാലം മാറാനായിട്ട് സാന്ദ്ര പറയുന്നു. അപ്പോൾ സുധീഷ് ഇങ്ങനെ നിധിയെ നോക്കുക കേട്ടോ. അങ്ങനെ ഇവർ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളൊരു പേടിയിൽ സുധീഷ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.